ഞാൻ ഇന്നൊരു മുരിങ്ങയ്ക്ക അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണേ. അതിനായിട്ട് ഞാനിവിടെ ഉലുവ ഒരു 1.5 ടേബിൾ സ്പൂണും ജീരകം 1.5 ടേബിൾ സ്പൂണും എടുത്ത് ഇതുപോലെ ചീനിച്ചട്ടിയിലിട്ട് നല്ലതുപോലെ വറുത്ത് ഇതൊന്ന് ഇനിയും മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരു വലിയ ചീനിച്ചട്ടിയിൽ മുരിങ്ങയ്ക്ക വറുക്കാനുള്ള സൺഫ്ലവർ ഓയിൽ എടുക്കാം. മുരിങ്ങയ്ക്കയുടെ പൾപ്പ് വെയിലത്ത് ഒരു ദിവസം വെച്ച് അതിൻ്റെ വെള്ളം വറ്റിക്കണം. ഞാനിവിടെ എന്ത് ചെയ്തെന്നറിയാം, എയർ ഫ്രയർ ഉള്ളതുകൊണ്ട് 3 പ്രാവശ്യമായിട്ട് ഞാൻ ശേഖരിച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അതാണ് ഓരോന്നിനും ഓരോ കളറ്. അതെല്ലാം വറുത്തെടുത്തു. പിന്നെ ഈ മുരിങ്ങയ്ക്ക് അധികം ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് കൂടുതൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് നമുക്കതൊന്ന് രുചി കൂട്ടിയെടുക്കണം. അതിനാണ് ഇത്രയും ഇട്ടൊന്ന് വഴറ്റുന്നത് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികളെന്ന് പറയുമ്പം മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും ഉലുവയും ജീരകവും വറുത്ത് പൊടിച്ചതും കാശ്മീരി ചില്ലി പൗഡർ 4 ടേബിൾ സ്പൂണും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കുക മാത്രം, വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ പച്ചമണം മാറുന്നത് പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ പുളിവെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കായിട്ടുള്ള പുളിവെള്ളം തന്നെ വേണം കേട്ടോ. അതിൻ്റെ അളവെന്ന് പറയുന്നത് ഈ മുരിങ്ങയ്ക്കയുടെ പൾപ്പ് കുതിരുന്ന പോലെ ഒരു അളവിന് എടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ട് കുറച്ച് വിനെഗറും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. എന്നിട്ട് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോയമ്പ് കാലത്തെല്ലാം ഇത് കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ നല്ലതാണ് കേട്ടോ. താങ്ക് യു.